യാത്രകൾ അങ്ങനെയാണ്. എവിടെ തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ പറയാൻ കഴിയില്ല. എല്ലാ യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്. ബട്ട് ദിസ് വൺ വാസ് സംതിങ് ഡിഫറെന്റ്. ചാടിച്ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. എടാ, നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? അയാൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി, അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസ് ആയിട്ട് അയച്ചു തരാം. പോരെ? കൊറേ നാളെ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. ഇതൊക്കെ നടക്കൂടി, നീനൊന്ന് വിശ്വസിക്കേ. നീ കാരക്കുഴി ജേക്കബിന്റെ മോൻ ജോർജ് തന്നെയല്ലേ? വിശ്വസിച്ചോട്ടോ. അങ്ങളെ ജയിച്ചവൻ എടാ, ഈ പെമ്പിള്ളാരെ കൊണ്ട് അസമയത്ത് പുറത്തിറങ്ങാതെ പകല് വല്ലതും പൊയ്ക്കൂടെ? എന്താ സാറേ, പെമ്പിളർക്ക് ഈ സമയത്ത് ഇറങ്ങാൻ പാടുന്ന വല്ല റൂള് വല്ലതും ഉണ്ടോ? സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. തൊട്ടവരുടെ കൈ പൊള്ളും. പറയടാ, എന്തായിരുന്നു ബാഗിനകത്ത്? ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങളെ ഞാൻ പൂട്ടും. ഓനെ പൂട്ടാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്മാരുടെ വണ്ടി ഇന്ന് ടൗണ് വിട്ട് പോരുത്, മനസ്സിലായല്ലോ? കളി ഞമ്മക്ക് ഇനി ഒന്ന് കളിക്കാം. നെകളിപ്പല്ല സാറേ, ഒരു ജേർണലിസ്റ്റിന് കോൺഫിഡൻസ് ആണ്.